അപ്പോൾ അനിഴ നക്ഷത്രമാണ്, ഓണം വരുവാണ്, കഷ്ടകാലമാണ് അനിഴ നക്ഷത്രത്തിന്. ഈ വരുന്ന 7 ദിവസം ഞാൻ കർക്കിടക മാസം വരെ ഈ പയ്യൻ ഇയാൾ ജോലിക്ക് പോകും. ഈ സ്ത്രീ കിടന്നുറങ്ങുകയാണെങ്കിൽ പകൽ സമയത്ത് കൂടെ ഒരാൾ കയറി കിടക്കുന്നതാണ് അവർ പറയുന്നത്. അയാളെ വിയർപ്പിന് ചുണ്ണാമ്പിൻ്റെ മണമാണ്. നമസ്കാരം. സന്തോഷപരമായ ജീവിതം നയിക്കുന്ന ഒരാൾ. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു, സ്വാമി ഞാൻ ഒരു കാര്യം പറയാം, ഇത് DNA പറയരുത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ വിളിക്കുന്നവരുടേതല്ലാത്ത ഒരു കഥ ഉണ്ടാക്കി പറയാൻ പറ്റൂലല്ലോ, എന്താണ്? എന്നാൽ പിന്നെ എൻ്റെ പേര് നാളും നക്ഷത്രവും ഒന്നും പറയരുത്. അത് അങ്ങനെ ആരുടെയും പറയാറില്ലല്ലോ. ഇങ്ങനെ സംഭവങ്ങൾ മാത്രമല്ലേ പറയാറുള്ളൂ. നമുക്ക് ചുറ്റും നമ്മുടെ ഈ സമൂഹത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് മാത്രമല്ലേ പറയാറുള്ളൂ. ഞാൻ ആരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ആരുടെയും പേരൊന്നും എടുത്ത് പറയാറില്ല, എൻ്റെ അടുത്ത സുഹൃത്താണെങ്കിൽ പോലും. അപ്പോൾ ഞാൻ പറഞ്ഞ സ്വാമിയെ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അങ്ങനെ ഞാൻ സ്വാമിയെ കണ്ടത് ചാലക്കുഴി ഒരു സ്ഥലത്ത് ഞാനൊരു ഓഫീസ് ഉണ്ടായിരുന്നു. ടീച്ചറെ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഞാൻ ഒരാളുടെ ഒരു ഫലം പറഞ്ഞു. അദ്ദേഹത്തിനൊന്നുമില്ല. അപ്പോൾ ഞാൻ നിങ്ങൾ വിദേശ യോഗമുണ്ട്. അന്ന് ഞാൻ 500 രൂപ മേടിക്കും എല്ലാവരുടെ കയ്യിൽ നിന്നും. 500 രൂപ 500 രൂപ എത്രയാണെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു 500 രൂപയാണ്. തരാത്ത എല്ലാവരും തരും. അങ്ങനെ 1 രൂപ നാണയം വയ്ക്കുമോ 500 രൂപയും മേടിക്കും. അപ്പോൾ അങ്ങനെ 500 രൂപ തന്ന ഒരാളാണ്. ഒരു 5 വർഷത്തിന് മുമ്പാണ്, 5-6 വർഷത്തിന് മുമ്പാണെന്നുണ്ട്. അതോ എത്ര വർഷങ്ങളായി, എന്തായാലും കൃത്യമായിട്ട് എനിക്കത് ഓർമ്മയില്ല. ചാലക്കുഴിയിൽ ഇരിക്കുമ്പോഴാണ്. ടീച്ചറിനെ കല്യാണം കഴിച്ചോ ഇല്ലയോ ഒന്നും എനിക്കൊരു വ്യക്തമായ ധാരണയില്ല. അപ്പോൾ ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴത്തെ കാര്യം നോക്കണ്ട, നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കടൽ കടന്നു പോയി ധനമുണ്ടാക്കാനായിട്ടുള്ള ഒരു യോഗമുണ്ട്. അപ്പോൾ അയ്യോ സ്വാമി, എനിക്ക് പാസ്പോർട്ട് പോലും ഇല്ല, എന്നെ ആരും കൊണ്ടുപോകാനുമില്ല. ഞാൻ പറഞ്ഞു, എന്തോ ഞാൻ നിങ്ങളുടെ ലക്ഷണം അതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. കുറേ കാലത്തിന് ശേഷം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം വിദേശത്ത് പോയി ധാരാളം പണമുണ്ടാക്കി, സമ്പത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ഇരുന്ന് എൻ്റെ ഇടയ്ക്കെപ്പോഴും എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ സ്വാമിയെ വന്ന് അത്ഭുതപ്പെടുത്തും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഒരു അത്ഭുതവും തോന്നൂല്ല, ഞാൻ തന്നെയാണ് അത്ഭുതം. കാരണം ജ്യോതിഷവും ഒന്നും അറിഞ്ഞുകൂടാത്ത, തന്ത്രമാന്ത്രികത്തിനെക്കുറിച്ചൊന്നും വലിയ വശമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ വന്നിരുന്നു പറയുന്നത്, ഫലം പറയുന്നതെന്നൊക്കെ ഞാൻ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. ടീച്ചറും പറയും, സ്വാമിയുടെ തൊലിക്കെട്ടി ഭയങ്കര അപാരം തന്നെ. ഞാൻ ജ്യോതിഷമൊക്കെ നന്നായിട്ട്, കൈശാസ്ത്രവും ജ്യോതിഷവും ഒക്കെ നന്നായിട്ട് പഠിച്ച്, പെൻഡിലെ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടിരിക്കുകയാണ് ഞാൻ. എന്നിട്ട് സ്വാമി ഇതൊന്നും പഠിക്കാതിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിന് ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ വീട്ടിൽ കുറേ പൂന്തോട്ടവും ചെടിയും മീനുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബിന്ദു എല്ലാ ദിവസവും ഒന്നും വെള്ളം ഒഴിക്കാൻ പറ്റില്ല. കാരണം അവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരുപാട് നേരമാകും ഓരോന്ന് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചെടികളെല്ലാം വാടി പോകുമല്ലോ ബിന്ദു, ഞാൻ ഒഴിക്കാം സ്വാമി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ഒരു കനത്ത മഴ പെയ്തിരുന്നെങ്കിൽ നമ്മുടെ ചെടികളെല്ലാം ഒന്ന് പൂത്തൊലഞ്ഞാണ്, എൻ്റെ മുളകളൊക്കെ ഒന്ന് വളർന്നു കയറിയാനേ എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം നമ്മുടെ അവിടെ മഴ കുറവാണ് വെമ്പായത്ത്, പക്ഷേ കേരളം മുഴുവൻ മഴ പെയ്തു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, സ്വാമി ഇങ്ങനെ സ്വാമി പറയരുത്, ആൾക്കാർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ പറഞ്ഞു, വെറുതെ പറഞ്ഞതാണ്. മഴ പെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യൂ. എന്നാൽ പിന്നെ എനിക്ക് കുറേ ധനം കിട്ടട്ടെ, എനിക്ക് ധനം കിട്ടുമായിരിക്കും ചിലപ്പോൾ. സമാധാനം കിട്ടട്ടെ, കിട്ടത്തില്ല. എങ്ങനെ സമാധാനം കിട്ടാൻ? നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചല്ലേ സമാധാനം. അതങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, അങ്ങനെ സംഭവിച്ചു എന്നുള്ളതും ശരിയാണ്. അതുപോലെ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളെ അത്ഭുതപ്പെടുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടിയില്ല ആളിനെ. അപ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തി ഇന്നതൊക്കെയാണെന്ന്. ഞാൻ അവിടെ പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു, ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞു. സ്വാമി, ഞാൻ ഒരു വീട് മേടിച്ചു, കല്യാണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് എൻ്റെ കുട്ടികളൊക്കെ നല്ല നിലയിലാണ്. ഞാൻ ഒരു വീട് കൂടെ വാങ്ങിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം. എവിടെയാണ്? ഇന്ന സ്ഥലം. അവിടെ വല്ല വീടും ഉണ്ടായിരുന്നു? അവിടെ ഒരു വീടുണ്ട് സ്വാമി. വീടുള്ള സ്ഥലം മേടിക്കണമെങ്കിൽ നോക്കിയതിന് ശേഷം മാത്രമേ മേടിക്കാവൂ. എന്തിനാണ് അവിടെ വീടുണ്ടായിരുന്നവർ ആ വീട് വിറ്റുപോയത്? അല്ല, വീട് വിൽക്കുന്നവർ, സന്തോഷകരമായി ജീവിക്കുന്നവർ വീട് വിൽക്കത്തില്ലല്ലോ. കടബാധ്യതകൾ കൊണ്ട് വീട് വയ്ക്കാം, ദുരിതങ്ങൾ കൊണ്ട് വീട് വയ്ക്കാം, മക്കളുടെ കല്യാണത്തിന്, പെൺകുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി വീട് വിൽക്കാം. അതുവരെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു വീട് വിറ്റാൽ മാത്രമേ തൻ്റെ സന്താനങ്ങൾക്കോ ഇല്ലെങ്കിൽ മുമ്പിലോട്ടുള്ള ജീവിതത്തിനോ പറ്റും. ഇത് വിറ്റിട്ട് വേണം എവിടെയെങ്കിലും പോയി കൊച്ചിനെയും പറഞ്ഞയച്ചിട്ട് എവിടെയെങ്കിലും പോയി ഒരു സ്ഥലം മേടിക്കാൻ കഴിയൂ എന്നുള്ളവരിന് മാത്രമല്ലേ വീടുകൾ വിൽക്കുകയുള്ളൂ. അപ്പോൾ സന്തോഷത്തോടു കൂടിയാണോ വിൽക്കുന്നത്? അല്ല, ദുഃഖത്തോടു കൂടിയായിരിക്കും എല്ലാ വിൽപ്പനയും നടക്കുക.
ഒരു വസ്തുക്കളും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വീട് വിൽക്കുന്നവരും സ്ഥലം വിൽക്കുന്നവരും എൻ്റെ അടുക്കലോട്ട് വരരുത്. എനിക്കതിൻ്റെ ദുരിതമെടുക്കാൻ പാടില്ല. ഒരു ദുഃഖം, അല്ല സ്വാമി ഇത് വിൽക്കാൻ പറ്റൂല, എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ എൻ്റെ അടുത്ത് വരരുതെന്ന് ഞാൻ തൊഴുത് പറയും അവരോട്. അപ്പോൾ ഇദ്ദേഹം ഈ സ്ഥലം, ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് മേടിച്ചത്? അത് അവൻ എൻ്റെ കൂടെ പഠിച്ച ഒരാളാണ്, അതുകൊണ്ട് പഠിച്ച ഒരാൾ, അദ്ദേഹത്തിന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നതുകൊണ്ട് ഞാനത് വാക്ക് കൊടുത്തു പോയി. അപ്പോൾ പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യം എന്താണ്? അല്ല, വാക്ക് കൊടുത്തു പോയി, ഒരു ചെറിയ തുകയും കൊടുത്തു. എത്ര കൊടുത്തു? 10 ലക്ഷം രൂപ കൊടുത്തു. പൈസ കൊടുത്തതിൻ്റെ മാത്രമല്ല, ഞങ്ങൾക്ക് ആ വീട് ഇഷ്ടപ്പെട്ടു സ്വാമി, എനിക്കത് മേടിക്കണമെന്നുണ്ട്, സ്വാമി വന്നൊന്ന് നോക്കണം. ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ല. അതെങ്ങനെ പറ്റും? ഞാൻ വന്ന് നിങ്ങളുടെ കുറേ കാലത്തെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട്, സുഹൃത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ പോയി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വീട്, ഞാൻ വീട് സ്ഥലമൊന്നും പറയില്ല കേട്ടോ, പിന്നെ ആ സ്ഥലം നിങ്ങൾ അഡ്വാൻസ് കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് 10 ലക്ഷം രൂപ അദ്ദേഹം കൈപ്പറ്റുകയും ചെയ്തു. ബാക്കി പ്രമാണം ചെയ്യുന്നതിന് മുമ്പ് സ്വാമി വന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ വന്ന് നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടാവൂലേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വീടിന് അഡ്വാൻസ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും ഭാര്യയും തമ്മിൽ ഒരു ചെറിയ പിണക്കമെങ്കിലും ഉണ്ടാകുകയോ അതുവരെ ഉണ്ടായിരുന്ന സ്വസ്ഥതയ്ക്ക് നാശം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടാവണം. ശരിയാ സ്വാമി, ഈ വീടിന് അഡ്വാൻസ് കൊടുത്തതിൻ്റെ അന്ന് വൈകുന്നേരം ഒരു കുപ്പി ഗ്ലാസ് വീണ്, കാലിലൂടെ വീണ്, തള്ളവിരലിലൂടെ വീണ് ആ നഖം ചോര മുറിഞ്ഞ് ചോര വന്നു. അപ്പോഴേ അവൾ പറഞ്ഞു, ആ വീടിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കണം. അപ്പോഴാണ് നമ്മളെക്കുറിച്ച് ഓർത്തത് തന്നെ. ഏത് കാന്തല്ലൂർ സ്വാമി DNA ചാനലിൽ നിന്ന് വാങ്ങിക്കുന്ന വീടുകളെക്കുറിച്ചും വിൽക്കുന്ന വീടുകളെക്കുറിച്ചും വിൽക്കുന്ന വസ്തുക്കളെക്കുറിച്ച് പറയും. അതുകൊണ്ട് നോക്കണമെന്ന് പറഞ്ഞ് വരികയാണ്. കാല് ശരിക്കും പറഞ്ഞാൽ അവർ കെട്ടിവെച്ചേക്കാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളത് വാങ്ങിച്ചാലും ഇല്ലെങ്കിലും ആ ഭൂമി അതികഠിനമായ ദോഷം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് വിറ്റ സുഹൃത്തുക്കൾക്ക് മുമ്പേ അവിടെ ആൾക്കാർ 3 പേരെങ്കിലും താമസിച്ചിട്ടുണ്ടാവും. ആ താമസിച്ച വീടുകളെല്ലാം ദുരിതം വന്നവരാണ്. ആ വീട് കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചിട്ടുള്ളതാണ്, നിങ്ങളിത് വലിയ വിലയ്ക്കാണ് മേടിച്ചിരിക്കുന്നത്. ആ വസ്തുവിൻ്റെ കിടപ്പ് ഇതാണ്, അതിൻ്റെ അടുക്കള ഇതാണ്, അതിൻ്റെ മുറികൾ ഇതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അയാൾ നടുങ്ങിപ്പോയി എന്നുള്ളതാണ്. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ, എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ. ഞാനങ്ങ് പറഞ്ഞു, കണ്ണേഷ് ഉപാസനയിലൂടെ പറഞ്ഞതാണ്. ഇന്നലെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് വിളിച്ച് പറഞ്ഞ പോലെ, സ്വാമിക്ക് അങ്ങനെ പറയാൻ പറ്റും. എനിക്ക് ഉറപ്പൊന്നുമില്ല, ഇപ്പോൾ പറയാൻ പറ്റും, ഈ അടുത്ത നിമിഷം പറയാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല. കാരണം ആ സാന്നിധ്യം എപ്പോഴാണ് പറയുന്നു അതുവരെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ 7 നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ ഒരു നോവൽ എഴുതും, ഉച്ചയ്ക്ക് ഒരു നോവൽ എഴുതും, വൈകുന്നേരം എഴുതും. ഇന്നലെ പറഞ്ഞ പോലെ അത് ആ സാന്നിധ്യത്തിൻ്റെ ശക്തി കൊണ്ട് എഴുതുന്നതാണ്, അല്ലേ? അങ്ങനെയല്ലേ എഴുതാൻ പറ്റൂ. അദ്ദേഹം ആ വൃത്തത്തിലായി അന്വേഷിച്ചിട്ട് എന്നെ വിളിച്ചു. സ്വാമി ശരിയാണ്, അതൊരു മരണം നടന്ന വീടെന്ന് മാത്രമല്ല, അവിടെ താമസിച്ചവരെല്ലാം തന്നെ ദുരിതപ്പെട്ടാണ് പോയിരിക്കുന്നത്. അവിടുന്ന് എല്ലാവരും ഈ വീട് കുറേ കാലമായിട്ട് ആരും വാങ്ങിക്കാത്തിട്ട് എൻ്റെ സുഹൃത്ത് എന്നെ ചതിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുന്ന ഒരു പാഠം എന്താണ്? എവിടെയാണെങ്കിലും സൗഹൃദത്തിൻ്റെ പേരിൽ സുഹൃത്തൊക്കെ ശരി തന്നെയാണ്. ഇപ്പോൾ സുഹൃത്ത് ശത്രുവും എങ്ങനെ ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ സുഹൃത്ത് ശത്രുവായിട്ട് മാറും. വേണ്ടാന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വീട് ടീച്ചറിൻ്റെ അവിടെ ഒരു വീട് സ്ഥലം വയ്ക്കാനായിട്ട് ദേവനാമമുള്ള ഒരാൾ, ദൈവത്തിൻ്റെ നാമധേയമുള്ള ഒരാളെ ഏൽപ്പിച്ചു. അയാൾ ശത്രുവായിട്ട് മാറി. കാരണം നമ്മൾ അയാളുമായിട്ടുള്ള വീട് പണി വേണ്ടാന്ന് വെച്ചു. എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും. അദ്ദേഹമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, പക്ഷേ അദ്ദേഹമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്ന് വീട് വെക്കണ്ട, ഇപ്പോൾ തൽക്കാലം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ശത്രുവായി. പണം അദ്ദേഹത്തിൻ്റെ കയ്യിലായിപ്പോയി. അത് മറ്റൊരു മാർഗത്തിൽ കൂടെ തിരിച്ചു കിട്ടി. നല്ല കുറച്ച് കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളതും കൊണ്ട് അവർ ആ പണം മടക്കി തന്നു, അദ്ദേഹം തന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ശത്രുവായി മാറും. അപ്പോൾ സുഹൃത്ത് ചോദിച്ചാൽ ഈ സുഹൃത്ത് എന്താവും? ഈ സുഹൃത്ത് ശത്രുവായി മാറും. 100% നിങ്ങളുടെ ശത്രുവാണെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഈ പണം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ പുള്ളി പറഞ്ഞു, അതൊരു 10 ലക്ഷം രൂപയാണല്ലോ സ്വാമി, അതങ്ങ് പോട്ടെന്ന് വയ്ക്കാം, എന്നാലും എനിക്ക് ആ വീട് വേണ്ടല്ലോ. അപ്പോൾ പുള്ളി അവിടെ ചോദിക്കാൻ പോയി. ഞാൻ പറയുന്നത് ഒന്നും കൊണ്ട് തീരത്തില്ല, ഇത് വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ പുള്ളി അവിടെ ചെന്ന് ഭാര്യയുടെ കാല് മുറിഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യമൊന്നും പറഞ്ഞു കളയരുത്, എന്നെ ഇവിടെ ആൾക്കാരില്ലെങ്കിൽ തന്നെ വിളിച്ച് ചീത്ത പറയാതിരിക്കുകയാണ്, ഞാൻ ഇത്തരം അന്ധവിശ്വാസങ്ങൾ പറഞ്ഞു പരത്തുകയാണെന്ന് പറഞ്ഞിട്ട് DNA ചാനലിൽ വന്നിരുന്നു.
അയാൾ പറഞ്ഞു അത് പറ്റത്തില്ല, നീ 10 ലക്ഷം തന്നതിൻ്റെ അന്ന് വൈകുന്നേരം ഈ വീട് 25 ലക്ഷം രൂപ അഡ്വാൻസ് എന്നൊരാൾ വന്നതാണ്, ഞാൻ നിനക്ക് അഡ്വാൻസ് എന്നു പറഞ്ഞു പോയി, ആ പൈസ തരാൻ പറ്റില്ല, ഞാൻ നിയമപരമായി നേരിടും, നീ എഗ്രിമെൻ്റ് എഴുതിയതില്ലേ, എനിക്കത് പറ്റൂല. എന്നാലോചിച്ചു, അവിടെ ഒരു സുഹൃത്തുമില്ല. നീ 10 ലക്ഷം രൂപ തന്നതിൻ്റെ അന്ന് വൈകുന്നേരം ഈ വീട് 25 ലക്ഷം രൂപ അഡ്വാൻസ് തന്ന് നീ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് എടുക്കാൻ ഇവിടെ ആൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റൂല, ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടി പറഞ്ഞു പോയി, ഇനി 5 രൂപ കുറഞ്ഞാലും ഞാൻ അവനെ കൊടുക്കുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങളതിനെ എഗ്രിമെൻ്റ് എഴുതിയതല്ലേ, ആ വീട് നിങ്ങൾ വേണ്ടാന്ന് വെക്കുക, 10 ലക്ഷം രൂപ പോട്ടെ, കുറച്ച് നിയമപരമായ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ പുള്ളിക്ക് കുറച്ച് രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉണ്ടെങ്കിൽ ഗുണ്ടായുസമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും നിങ്ങൾ ആ പണം വേണ്ടാന്ന് വെച്ചോളൂ. അതിഭീകരമായ വിഷയങ്ങളുണ്ടാകും. അദ്ദേഹത്തിൻ്റെ വീടിന് ആരും വന്നിട്ടില്ല, അദ്ദേഹം രക്ഷപ്പെടാനുള്ളൊരു മാർഗം നോക്കിയിരിക്കുകയാണ്. 10 ലക്ഷം രൂപയല്ലേ പോയുള്ളൂ, ആൾനാശമുണ്ടായിട്ടില്ലല്ലോ. നിങ്ങളിത് മേടിച്ചാൽ നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവർക്കോ ആൾനാശമുണ്ടാകും. വല്ല കാര്യമുണ്ടോ? കാശ് കൊടുത്ത് നമ്മൾ കടിക്കുന്ന നായ മേടിക്കുന്ന പോലാണിത്. സൗഹൃദം പോയി എന്ന് മാത്രമല്ല, കയ്യിലിരുന്ന പണവും പോയി, മാനസിക സംഘർഷങ്ങളും. ഇനി അതിനെ തുടർന്ന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ സ്വാമി ഒന്ന് സംസാരിക്കൂ. ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അവിടെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അവൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഒരാളെ വിളിച്ച് പറഞ്ഞു, അയ്യോ സ്വാമി, അവനെ ഈ പറഞ്ഞ പോലെയല്ല, കഞ്ചാവും വലിച്ച് ഉള്ള പൈസയൊക്കെ നശിപ്പിച്ച് ആ ഭാര്യയെ എടുത്തിട്ട് അടിച്ച്, ഇതൊന്നും ഈ സുഹൃത്തിന് അറിയത്തില്ല. അപ്പം നമ്മൾ ഒരാളുമായിട്ട് ഒരു ഇടപാട് നടത്തുമ്പോൾ നമ്മുടെ സാഹചര്യം മാത്രമല്ല, ആ വാങ്ങിക്കുന്ന ആളിൻ്റെ സാഹചര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കാതെ സുഹൃത്തുക്കളെ സഹായിക്കാൻ പോയാൽ അമിതമായ ആപത്ത് വന്നു ചേർന്ന് അതിൽ നമുക്ക് ഊരാൻ പറ്റാത്ത അവസ്ഥ വരും, ഇല്ലേ? അതാണ് ഒരു വീട്. അപ്പോൾ അമ്മ എന്നെ വിളിക്കുവാണ്, സ്വാമി എൻ്റെ മകൾ മുറി അടച്ചിരുന്നേ പഠിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു അവിടെ ഇരുന്ന് പഠിച്ചോട്ടെ, അതിനെന്താ, മുറി അടച്ചിരുന്ന് പഠിക്കുകയുള്ളൂ. പക്ഷേ മുറിയിൽ നിന്ന് അവൾ പുറത്തിറങ്ങുമ്പോൾ 2-3 മണിക്കൂർ കഴിയും. നമ്മൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൾ മുടിയല്ല ഇങ്ങനെ പറത്തിയിട്ട് ഒരു ഭദ്രകാളി അവസ്ഥയിൽ, ഞാൻ ഭദ്രകാളിയിൽ നിന്നും പറയാതെ മുടിയൊക്കെ ഇങ്ങനെ പറത്തിയിട്ട് കരിയൊക്കെ ഇങ്ങനെ എഴുതി വേറൊരു രൂപത്തിലാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. ഞാൻ അതെന്തേ? അതെ അറിഞ്ഞൂടെ സ്വാമി, അവൾ കരിയൊക്കെ എഴുതി, വലിയ കരിയൊക്കെ എഴുതി മുടിയൊക്കെ ഇങ്ങനെ പറത്തിയിട്ട് ഇങ്ങനെ ബീഭത്സമായിട്ട് നിൽക്കും. സ്വാമി അവിടെ ശരീരത്തിൽ വല്ല ബാധയും കയറിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു അതെനിക്ക് അറിഞ്ഞൂടാ. ആ കൊച്ചിനെയും കൊണ്ട് ഞാൻ മുറിപ്പാലത്തറി മാടന്തമ്പുരാൻ ക്ഷേത്രത്തിൽ 15 മുതൽ 20 കൊണ്ടുവന്നാൽ ഞാൻ പറഞ്ഞു തരാം. അയ്യോ സ്വാമി ഒന്ന് രക്ഷിക്കണേ സ്വാമി, ഒരു കുഴപ്പമില്ലായിരുന്ന കുട്ടിയാണ്. ഞാൻ പറഞ്ഞു ഈ വീട് എന്ന് മേടിച്ചതാ? അത് 2-3 വർഷമായി സ്വാമി. അവിടെ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സ്വാമി. പിന്നെ ഈ കുട്ടി ഇതിനു മുമ്പ് എങ്ങനെ? ഈ കുട്ടി ഇതിനു മുമ്പ് ഒരു കുഴപ്പമില്ല. പിന്നെ എന്താണ് ഉണ്ടായത് സ്വാമി? അവിടെ ഒരു ഇരുമ്പ് പെട്ടി ഉണ്ടായിരുന്നു, അവിടെ മുകളിലൊക്കെ തട്ടിപ്പറിക്കുമ്പോൾ ഒരു ഇരുമ്പ് പെട്ടി ഉണ്ടായിരുന്നു. ആ ഇരുമ്പ് പെട്ടിക്കകത്ത് കുറേ പഴയ പുസ്തകങ്ങളുണ്ടായിരുന്നു. ആ പഴയ പുസ്തകങ്ങൾക്കകത്ത് ആ പെട്ടി എടുത്തപ്പം ആ പെട്ടിക്കകത്ത് ഒരു ശംഖുണ്ടായിരുന്നു, ഒരു ശംഖ് കെട്ടിയ മാല, ഒരു ശംഖ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവൾ അതെടുത്ത് കഴുത്തിലിട്ട് പെട്ടെന്ന് പഠിക്കാൻ കഴിയും, പഠിച്ചാൽ നല്ല പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ഏത് മുത്തശ്ശിമാരാണ്ട് ഉപയോഗിച്ചിരുന്നതാണെന്ന് പറഞ്ഞ് ഇതെടുത്ത് കഴുത്തിലിട്ട് പഠിക്കാനിരുന്നതാണ് സ്വാമി. ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ തല തിരിഞ്ഞ് പുറകിലോട്ട് വരുമെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. മുറുക്കാൻ ചോദിക്കാം, മുറുക്കാനാണ് വേണമെന്ന് പറഞ്ഞു, എപ്പോഴും മുറുക്കാൻ ചോദിക്കും. പഠിക്കാനിരുന്ന ഭദ്രകാളിയായ ആ രൂപം പോലെ മുടിയും പറത്തിയിട്ട് കരിയും എഴുതി വരും. ഇതിനൊരു പരിഹാരം സ്വാമി എന്തെങ്കിലും പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു ആ ശംഖമാല തരൂല്ല. കുളിയെന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ കുളിക്കും, തലയിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു ബാധാദോഷമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ആ ശംഖുമാല ഇട്ടപ്പോൾ ഇത് ആ കുടുംബത്തിലുണ്ടായിരുന്ന ഏതോ മുത്തശ്ശി ഉപയോഗിച്ചിരുന്നതാണ്. അവർ നല്ലവണ്ണം മുറുക്കുമായിരുന്നു, അവരെ 2 മണിക്കൂർ തലയിൽ വെള്ളം ഒഴിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു അവരെ മുറുക്കും. ഇപ്പോൾ ആ കുട്ടി മുറുക്കുന്നുണ്ടോ? അപ്പോൾ ഇതാര് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും? അവൾ തന്നെ പോകും സ്വാമി. അവിടെ അടുത്ത് മുറുക്കാൻ കടയില്ല, മുറുക്കാൻ കടയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് കുട്ടിക്ക് 17 വയസ്സായേ ഉള്ളൂ. ഒരു മുത്തശ്ശി എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ പെരുമാറും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ 15-ാം തീയതി മുതൽ ഇവിടെ മാടന്തമ്പുരാൻ ക്ഷേത്രത്തിലുണ്ട്, പരിഹാരമൊന്നുമില്ല, കൊണ്ടുവന്നാൽ. അപ്പോൾ ഇദ്ദേഹത്തിന് കുട്ടിയുടെ അച്ഛൻ വിദേശത്താണ്. അദ്ദേഹം വിളിച്ചു, അദ്ദേഹം കരയുവാണ്, സ്വാമി എന്തും സ്വാമി എൻ്റെ മകൾക്ക് പറ്റിയത് ഒന്ന് പറയും സ്വാമി, എനിക്ക് ആകെ ഒരു മകളെ ഉള്ളൂ. ഞാൻ നിങ്ങൾ കരാതിരിക്കൂ, ഇത് ഈ വീടിൻ്റെ മുകളിൽ കിടന്ന ഒരു പെട്ടിക്കകത്ത്, ഒരു ഇരുമ്പ് പെട്ടിക്കകത്ത് കിടന്ന ഒരു ശംഖുമാല എടുത്തിട്ട് ഇത് ആരോ മരിച്ചുപോയ ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നിങ്ങളെ കുടുംബമല്ല,
വേറെ ഏതോ കുടുംബം ആ വീട് വെച്ചിരുന്ന ആളുകളോ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വീടോ സ്ഥലമോ അത് അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും വന്നതായിരിക്കും എന്തായാലും. അപ്പോൾ എന്നാൽ പിന്നെ സ്വാമി വെമ്പായത്തെ വീട്ടിലോട്ട് അവളെ ഒന്ന് കൊണ്ടുവന്നോട്ടോ. ഞാൻ പിന്നെ അത് പറ്റൂല, അയ്യോ ഞാനും ടീച്ചറുമായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കണം, ഇനി എവിടെ ശരീരത്തിൽ നിന്ന് വെള്ളവും കയറി ടീച്ചറിൻ്റെ ശരീരത്തിലോട്ട് കയറിയിട്ട് വേണം ടീച്ചർ കരിയും തേച്ച് മുടിയും വളർത്തി എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക, എനിക്ക് നിവർത്തിയില്ല, എന്നെ ഉപദ്രവിക്കല്ലേ ദൈവമേ, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു സുഹൃത്ത് ഒരാളെ കൊണ്ടുപോയി, വളരെ കാലമായിട്ട് ഞാൻ നിന്നെ കണ്ടിട്ട് കുറേ കാലമായി, നീ എൻ്റെ കൂടെ ഒന്ന് വരൂ എന്ന് ചോദിച്ചു എൻ്റെ വീട്ടിൽ. അപ്പോൾ പുള്ളി വളരെ സുഹൃത്തല്ലേ, ശരി പോയി, വീട്ടിൽ പോയി. എന്നിട്ട് ഭാര്യ എടുത്ത് പറഞ്ഞു ഇവൻ എൻ്റെ എത്രയോ കാലമായിട്ടുള്ള സുഹൃത്താണ് എന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായിട്ടിരുന്നപ്പം അവിടെ ചുവരിലൊരു വടി വെച്ചേക്കണു. അപ്പോൾ നല്ല വടി കണ്ടപ്പം ഒരു സിംഹത്തിൻ്റെ തലയൊക്കെയുള്ള ഒരു വടിയാണ്. അപ്പോൾ ചോദിച്ചു ഈ വടി ഞാൻ എടുത്തോട്ടെ, അതെൻ്റെ അപ്പൂപ്പൻ്റെ വടിയായിരുന്നു, നീ വേണമെങ്കിൽ എടുത്തോന്നു. ഞാൻ സൗഹൃദത്തിൻ്റെ പേരിൽ ആ വടി എടുത്തോളാൻ പറഞ്ഞു. പുള്ളി അതെടുത്ത് ഇങ്ങനെയൊക്കെ പിടിച്ചു നോക്കി. ആ പിടി എടുത്തിങ്ങനെ കുത്തിയൊക്കെ നോക്കിയപ്പോൾ തന്നെ ഒരു വ്യത്യാസമായിട്ടൊക്കെ തോന്നി. എങ്ങനെയുണ്ട്? അയാൾ വീഡിയോയിലൊരു മൊബൈലിൽ ഒരു പടമൊക്കെ എടുത്ത് ഇയാളിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഭാര്യ പറഞ്ഞ് ഇത് ഇവിടെ അപ്പൂപ്പന്മാർ ആരാണ്ട് ഉപയോഗിച്ചിരുന്ന വടിയാണ്, ഇത് കൊടുത്താൽ വല്ല പ്രശ്നമുണ്ടോ? എന്താ പ്രശ്നം? ഇതെടുത്ത് കളയാനായിട്ട്, ഞാൻ ഇത് കത്തിച്ച് കളയാനായിട്ട് എത്ര കാലമായിട്ട് വെച്ചേക്കണേ, നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഈ വടിയുമായിട്ട് വീട്ടിൽ വന്നു, സ്വന്തം വീട്ടിൽ. അപ്പോൾ ഭാര്യ നോക്കുമ്പോൾ ഒരു വടിയായിട്ട് വരുന്ന ഒരാൾ, ഈ വടിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്നത്. എന്ത് തരുന്നത്? എല്ലാ സൗഭാഗ്യവും ഇന്നു മുതൽ ഈ വടി തരും എന്ന് പറഞ്ഞാൽ ഇത് ആ കുടുംബത്തിലെ ഏതോ കാരണവർ സിംഹത്തിൻ്റെ തല, നീ കണ്ടില്ല, ഇതാ സിംഹത്തിൻ്റെ തലയുള്ള വടിയാണ്. ഈ വടി കൊണ്ട് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും. നീ എല്ലാ ദിവസവും ലോട്ടറി എടുത്തോ, നമുക്ക് ലോട്ടറി അടിക്കും, പിന്നെ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും. ഈ വടി ഞാൻ പറയണോ ബാക്കി? ഈ വടി അവിടെ വെച്ച് രാത്രി കിടന്നുറങ്ങി. ഒരു 1:30-2 മണിയായപ്പോൾ ശബ്ദം കേട്ട് വാതിൽ വന്ന് നോക്കുമ്പോൾ ഈ വടി തറയിൽ കിടക്കുന്നു. ഇത് തറയിൽ വീണ് കിടക്കുന്നല്ലോ, ഇതെടുത്ത് വീണ്ടും വെച്ച് ഇവർ ഉറങ്ങിക്കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ തടി വീണ്ടും ഈ തടി വീണ്ടും തറയിൽ കിടക്കും. ആര് തള്ളിയിടുന്നോ ആര് എറിയണമെന്നോ അറിയാൻ വയ്യ, എടുത്ത് തറയിടണമെന്നോ അറിയാൻ വയ്യ. അവസാനം ഈ തടിയെടുത്ത് ഈ വടിയെടുത്ത് പുള്ളി കിടക്കുന്ന മുറിയുടെ ഒരു സൈഡിൽ കൊണ്ട് വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങി. അപ്പോൾ ഭാര്യ പറഞ്ഞ് ഇതാര് ഈ വടി തള്ളിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വല്ലയിടത്തും കിടക്കണ സാധനങ്ങളെല്ലാം കൂടെ പറക്കിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്നാൽ ഞാൻ എൻ്റെ സ്വസ്ഥതയും സമാധാനവും പോവില്ല, രാവിലെ തന്നെ ഇത് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് കൊടുത്തേക്കണം കേട്ടാ എന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റപ്പം ഈ വടി കാണാനില്ല. അപ്പം ഈ വടി എവിടെ പോയി നോക്കുമ്പം മൂത്ത മകൻ ഈ വടി എടുത്തിട്ട് എൻ്റെ മൂഡ് ഇങ്ങനെ ഇരിക്കല്ലേ, ഈ ഹോക്കി പ്ലെയർ പോലെ കളിച്ചുകൊണ്ടിരിക്കുക ഈ വടി വെച്ച്. തട്ടി കളിക്കൂലേ, ഹോക്കി കളിക്കൂലേ, അതേപോലെ. കാരണം അതിൻ്റെ വളവ് ഇങ്ങനെ പടി പോലെ ഇരിക്കുകയാണ്, തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ചെറുക്കാൻ എടുത്തോണ്ട് ഇനിയിപ്പോൾ അതിനകത്ത് ദോഷങ്ങളൊന്നും കാണൂല എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നിലവിളി കേട്ടു. ആ വടി 2ആയിട്ട് ഒടിഞ്ഞ് അവൻ്റെ കാലിൽ തന്നെ കുത്തിക്കയറി കംപ്ലീറ്റ് ചോരയായി. അയ്യോ, ഇത് ആശുപത്രി കൊണ്ടുപോയി ചോരയൊക്കെ വെച്ച് കെട്ടി ഈ വടിയെടുത്ത് മടക്കി ഒടിഞ്ഞ ഭാഷ കൂടെ എടുത്ത് വെച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. സ്വാമി ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഈ പഴയ കാലത്തെ ആൾക്കാർ അവർ തന്ത്രമാന്ത്രികങ്ങളോ കേട്ട ബന്ധമുള്ള വല്ല വടിയായിരിക്കും അത്. ഇതേ കൊണ്ടൊന്ന് നിസ്സാരമായിട്ട് പെണ്ണുങ്ങളുള്ള അശുദ്ധിയൊക്കെയുള്ള വീടുകളിൽ കൊണ്ടൊക്കെ വെച്ച് ഇത് ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ഇരുന്നതല്ലേ, മറ്റേ ആൾ ചോദിക്കുന്ന ആൾക്ക് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം ഉണ്ടായിരുന്നിരിക്കും, അതല്ലേ? അല്ലാതെ അവർ ഇത് ദാനം ചെയ്യാൻ പാടില്ല. ചോദിച്ച് മേടിക്കുന്ന ഒരാൾ, തന്ത്രമാന്ത്രിക കഥകളിലൊക്കെ ഉണ്ട്, ഇത് ചോദിച്ച് മേടിക്കും. മറ്റേ എന്തൊരു മാൻട്രാക്കിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, തല ചോദിച്ച് മേടിക്കണം. അതേപോലെ ഈ വടി ചോദിച്ച് മേടിച്ച് ദുരിതത്തിൻ്റെ പുറത്ത് ദുരിതമായി. അവസാനം ഇത് രാമേശ്വരത്ത് കൊണ്ട്, ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇത് രാമേശ്വരത്ത് കൊണ്ട് ഒഴുക്കുന്നതിന് മുമ്പ് 7 തലമുറയുടെ ഫലം പരിഹാര കർമ്മങ്ങൾ ചെയ്ത് തല കുളിച്ച് 21 തീർത്ഥങ്ങളിലും കുളിക്കാൻ വേണ്ടി പറഞ്ഞതിന് കൊണ്ട് ഇട്ടു. ആ പയ്യൻ ഇപ്പോഴും മുറിവ് കാല് മുറിച്ച് മുറിവ് വെട്ടുമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഒരു ഗുണപാഠം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? നമുക്ക് ആവശ്യമില്ലാത്ത ഈ പഴയ സാധനങ്ങളൊന്നും എടുത്ത് ഉപയോഗിക്കാതിരിക്കുക. പഴയ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ടുവന്ന് വീട്ടിലിടാതിരിക്കുക. ഞാൻ ഈ വാതിൽപ്പാളികൾ വാങ്ങിക്കുന്നതിനും പഴയ വീടുകളിൽ പൊളിച്ചുകൊണ്ടുവന്ന് വിൽക്കുന്ന വാതിൽപ്പാളികൾക്ക് ഞാൻ എതിരാണ്. കാരണം ഡെഫിനറ്റായിട്ട് ആ വീട്ടിലെ ദുരിതം നമ്മുടെ മേലേക്ക് വരും. പഴയ കട്ടിലുകൾ വാങ്ങിച്ചുകൊണ്ട് വരിക എന്തിനാണത് എന്ന് വിചാരിച്ച് ഈ പഴയ സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടെ എൻ്റെ നേരെ ചാടിക്കൊണ്ട് വരണ്ട. നല്ല കട്ടിലുകളും ശുദ്ധി ചെയ്തെടുക്കേണ്ട സാധനങ്ങൾ കാണും, അത് ശുദ്ധി ചെയ്യണം. ഏതാണെങ്കിലും ഒരു ശുദ്ധി കലശം ചെയ്ത് ധൂമമൊക്കെ കാണിച്ച് പുകയൊക്കെ കാണിച്ച് കർമ്മങ്ങളൊക്കെ തളിച്ച് ശുദ്ധി ചെയ്തെടുത്താൽ കുഴപ്പമില്ല. അല്ലാതെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്താലും ജീവിതത്തിനകത്ത് ഒരുപാട് അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ജീവിത സംഘർഷങ്ങളിലേ ഉള്ളൂ, ഇല്ലേ? ഒരാൾ
അപ്പൂപ്പൻ കിടന്ന് മരിച്ച അപ്പൂപ്പനല്ല, പാരമ്പര്യമായിട്ട് അപ്പൂപ്പന്മാർ കിടന്ന് കാരണവന്മാർ കിടന്ന് മരിച്ച കട്ടിൽ കല്യാണം കഴിച്ച് എന്തോന്ന് മുറിയിലിട്ട് കിടന്നു. അപ്പൂപ്പൻ്റെ സകല ശക്തിയും കിട്ടും, അപ്പൂപ്പന്മാരുടെ പൂർവികരുടെ സകല ശക്തിയും എനിക്ക് കിട്ടും എന്ന് വിചാരിച്ച് കട്ടിലിൽ കിടത്തി ആദ്യ രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം അതിൽ ഭാര്യയുടെ ശരീരം അനക്കാൻ വയ്യ, കൈകാലുകൾ അനക്കാൻ വയ്യ. പിന്നെ ഭീകരമായ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ, ഉണ്ടായ ഗർഭങ്ങളെല്ലാം അലസിപ്പോവുക, കുട്ടികളില്ലാതെ വരിക, എന്നെ കാണാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ? അതിങ്ങനെയാണ്. ഞാൻ എല്ലാം വിശദമായിട്ട് ചോദിക്കും. അവിടെ നിങ്ങൾ കിടക്കുന്ന മുറി എങ്ങനെ? ഇങ്ങനെ കിടക്കുന്ന കട്ടിൽ അത് നമ്മൾ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചിരുന്ന കട്ടിലാണ്. ഈ ഭാര്യയ്ക്ക് വല്ല കുഴപ്പമുണ്ടായിരുന്നോ? ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ നിങ്ങൾ വന്നതിന് ശേഷം മാസത്തിൽ വരുന്ന സ്ത്രീ വിഷയങ്ങൾക്കെല്ലാം പ്രശ്നമുണ്ടോ? അതിവിടെ വരുന്നവരൊരു പ്രശ്നം, ഈ കട്ടിൽ എന്ന് കിടക്കാൻ തുടങ്ങി അന്ന് മുതൽ പ്രശ്നമാണ് സ്വാമി. എനിക്ക് എഴുന്നേറ്റിരിക്കാൻ വയ്യ, എൻ്റെ തലയിലൊരു ഭാരം, എൻ്റെ ശരീരത്തിൽ 2 പേരുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്, ഭീകരമായ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ആ സ്ത്രീ പറയുന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. പകൽ സമയങ്ങളിൽ ആ കട്ടിൽ കിടന്നുറങ്ങാം ഭർത്താവ്, ഈ പയ്യൻ ഇയാൾ ജോലിക്ക് പോകും, ഈ സ്ത്രീ കിടന്നുറങ്ങുകയാണെങ്കിൽ പകൽ സമയത്ത് കൂടെ ഒരാൾ കയറി കിടക്കുന്നതാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് സ്വാമി ഞാൻ പകൽ കിടന്നുറങ്ങുമ്പോൾ, പകൽ ഞാൻ 2 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം ഈ കട്ടിലിൽ വന്ന് കിടക്കും. കിടന്നാൽ ഒരാൾ കയറി കിടക്കും, അയാളെ വിയർപ്പിന് ചുണ്ണാമ്പിൻ്റെ മണമാണ്, വെറ്റയുടെ മണം നമുക്ക് ആ സമയത്ത് അടിക്കാൻ പറ്റും. ഉച്ച സമയത്തോട് രാത്രികളിലില്ല. അപ്പം ഇതിന് നമ്മൾ എന്തെന്ന് പറയും? നമ്മൾ എന്താണ് ഇതിന് പറയാൻ പറ്റുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പഴയ സാധനങ്ങൾ ഉപയോഗിക്കുക, സുഹൃത്തുക്കളെ സഹായിക്കാൻ പോകാതിരിക്കുക, സുഹൃത്തുക്കൾ ദാനം ചോദിച്ചാൽ കൊടുക്കാതിരിക്കുക, കൊടുത്താൽ തന്നെ അതിനുള്ള പ്രശ്നങ്ങൾ ഇതാണെന്നിരിക്കുക. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, 100 പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ ഞാനെല്ലാം ഇപ്പോൾ എഴുതിയിടും. കാരണം ഇവിടെ വന്ന് ഇത് പറയണമല്ലോ. അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ജീവിതം ഒന്നേ ഉള്ളൂ. അടുത്ത നിമിഷം നമുക്ക് ജീവിക്കാനും നിമിഷങ്ങളിലൂടെ, മിനിറ്റുകളിലൂടെ, മണിക്കൂറുകളിൽ നിന്ന് ദിവസങ്ങളിൽ നിന്ന് മാസങ്ങളിൽ നിന്ന് വർഷങ്ങളോളവും നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുകയാണെന്നുള്ള ശ്രദ്ധയോടുകൂടി ആപത്തുകളിൽ ചെന്ന് പെടാതിരിക്കുകയും ആപത്തുകളിൽ പോയി പെടാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു ജീവിതമുണ്ടാകുന്നത്. നമ്മുടെ ചിന്തകൾക്കൊരു ചെറിയ മാറ്റം വന്നാൽ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. നീ അവനെ കൂടെ ചേർത്ത് പിടിക്കാം, അവനെ കൂടെ സഹായിക്കാമെന്ന് വിചാരിച്ചാൽ അവൻ്റെ ദുരിതവും കൂടെ, അവൻ പൂർവ്വജന്മത്തിൽ ചെയ്ത ദുരിതവും കൂടെ നമുക്ക് വരും. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് പണം ആവശ്യമുണ്ടെങ്കിൽ അതും കൊടുത്തേക്ക്, അയാൾ അതും കൊണ്ട് പോട്ടെ. പക്ഷേ അവനെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ അവനോടൊപ്പം ഇനി ജീവിക്കാൻ പോകുന്നെന്ന് വിചാരിച്ചാൽ വരുന്നത് വലിയ വിഷയങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ സുഖകരമായിട്ട് നമുക്ക് മുമ്പിലോട്ട് പോകാം. അപ്പോൾ അനിഴ നക്ഷത്രമാണ്, ഓണം വരുവാണ്, കഷ്ടകാലമാണ് അനിഴ നക്ഷത്രത്തിന്. ഈ വരുന്ന 7 ദിവസം ഞാൻ കർക്കിടക മാസം വരെ വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അനിഴ നക്ഷത്രത്തിന് മനസ്സേ, ശരീരം, കർമ്മം, ധനം, ദാമ്പത്യം, സാമ്പത്തികം, സന്താനം, ഞാൻ പൂർവികമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ നമുക്ക് വീണ്ടും പണമുയർത്തി വരും. അത്ര ദോഷമാണ്. നമ്മൾ കളഞ്ഞ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും കാലത്തുള്ള കോടതി നേര വ്യവഹാരങ്ങളെ പോലുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പണ്ട് കാലത്തെ കാര്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു കാലമാണ്, ഉയർന്നു വരും. അതുകൊണ്ട് അനിഴ നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കണം. വിശാഖ നക്ഷത്രവും ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. വിശാഖ നക്ഷത്രക്കാരും സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾ, സാമ്പത്തികമായിട്ടുള്ള ബന്ധനങ്ങൾ കൊണ്ട് കാരാഗൃഹവാസം ഉണ്ടാകാനുള്ള സമയമുണ്ട്. വിശാഖ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് വിശാഖത്തിൻ്റെയും അനിഴത്തിൻ്റെ പകുതി വരെയുണ്ട്. അത് തുലാരാശിക്കാർക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. വിശാഖത്തിൻ്റെ അംശം വരുള്ളൂ. കാരാഗ്രഹവാസം, പൂർവ്വജന്മ ദോഷം കൊണ്ടുണ്ടാകാവുന്ന കാരാഗ്രഹവാസം അനിഴത്തിനും വിശാഖത്തിനും ഉണ്ട്. അതൊരു പൂർവ്വജന്മ ബന്ധനം, ഒറ്റ ഗൃഹത്തിൽ കിടക്കുകയാണത്. അതുകൊണ്ട് ചങ്ങലക്കിട്ട പോലെയുള്ള മനസ്സ് വിശാഖത്തിനും അനിഴത്തിനുണ്ട്. ചങ്ങലക്കിട്ട പോലുള്ള മനസ്സ്, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പോലുള്ള മനസ്സ്, ഉറക്കത്തിൽ പോലും ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണരുന്ന മനസ്സ്, എടുത്തു വച്ച ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വരുന്ന അവസ്ഥ, ഇതെല്ലാം തന്നെ വിശാഖത്തിനോട് ചേർന്ന് നിൽക്കുന്ന അനിഴത്തിനും പൂർവ്വജന്മ ദോഷമുള്ളത് കൊണ്ട് ഇത് കണ്ട് ഞാൻ പറയുന്നത് കേട്ട് സംഘർഷപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മാറ്റം വരുന്നതാണ്. എല്ലാ ഗ്രഹങ്ങൾക്കും എല്ലാ ദോഷങ്ങളും എല്ലാവർക്കും നല്ലതും ദോഷവും ഒക്കെ ഒരുപാട് വരും, ഒരുപാട് ഇടകലർന്ന് തന്നെ വരും. പക്ഷേ പൂർവ്വജന്മ ദോഷങ്ങൾ കടന്നു വരുന്നത് വിശാഖവും അനിഴവും ബന്ധിച്ച് കിടക്കുന്നത് കൊണ്ട് നമുക്ക് സാമ്പത്തിക ബന്ധനവും കാരാഗ്രഹവാസവും അത് മനസ്സിൻ്റേതാവാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് മുൻകാലങ്ങളിൽ ചെയ്ത ദോഷങ്ങളുടെയും പൂർവികമായ ദോഷത്തിൻ്റെയും സ്ത്രീകളിൽ നിന്നുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾക്കകത്ത് പരിഹാരങ്ങളില്ല. ശ്രദ്ധയോടുകൂടി ജീവിച്ചാൽ
മാറ്റമുണ്ടാകും. ശ്രദ്ധയാണ് നമുക്ക് എല്ലാ കാര്യത്തിനും വേണ്ടത്. നക്ഷത്രങ്ങൾക്ക് നല്ല അനുകൂലമായിട്ടുള്ള ഭാഗ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഒരു ശ്രദ്ധയോടുകൂടി ജീവിച്ചാൽ അശ്രദ്ധമായിട്ടുള്ള ജീവിതം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് നമുക്ക് വേണ്ടത്. എന്നാലും സമയം ദോഷമാണെങ്കിൽ, അല്ലേ, ശനി ദോഷം, ശനി പിടിച്ചാലുണ്ടല്ലോ, കേതുവും ശനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ പോയി പെട്ടുപോകും. അപ്പോൾ അങ്ങനെ പെടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് ശിവൻ്റെ അമ്പലത്തിൽ, മഹാദേവൻ്റെ അമ്പലത്തിൽ പരിഹാരക്രിയകൾ, കുങ്കുളമാല കൊടുക്കുക, ധാര നടത്തുക, സംഘർഷങ്ങളെ ഒതുക്കി നിർത്താനുള്ള ഒരു അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.